നമസ്കാരം. പതിരും കതിരും. കൂടുതൽ ചോദ്യവും പറച്ചിലുമില്ല. നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇനി ഒരു നിമിഷം പോലും ആ കസേരയിലിരിക്കാൻ യോഗ്യനല്ല. ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കാൻ കൊള്ളാവുന്ന കാര്യമാണോ അദ്ദേഹം പറഞ്ഞത്? അത് കേട്ടപ്പോൾ ഫെമിനിസ്റ്റുകൾക്കും ഇടതുപക്ഷ എഴുത്തുകാർക്കും പൂക്കാസ ആൻറ്റിമാർക്കും അന്തം അമ്മായിമാർക്കും വല്ലാത്ത ഓക്കാനവും ഛർദിയും ഉണ്ടായി. വി.ഡി. സതീശൻ പ്രസംഗത്തിൽ പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? അമ്മമാർ മകൻ്റെ ഭാര്യയ്ക്ക് പരമ്പരാഗത ഭക്ഷണ രീതികൾ പകർന്നു നൽകണമത്രേ. ഇതിൽ പരം ഒരു ആഭാസത്തരം ഒരു മുഖ്യമന്ത്രി പറയാനുണ്ടോ? ഇനി എങ്ങനെ ഞങ്ങൾ മനുഷ്യരുടെ മുഖത്ത് നോക്കും? അമ്മായിയമ്മ അടുക്കള എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തലയിൽ ആട്ടുകല്ലിരിക്കുന്ന അനുഭവമാണ്. അമ്മായിയമ്മയെ അമ്മിമേൽ വെച്ചിട്ട് നല്ലൊരു കല്ലുണ്ട് നാരായണ എന്ന അമ്മായി പഞ്ചതന്ത്രത്തിലെ പാട്ടുപോലെ ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഞങ്ങളോടാണ് മുഖ്യമന്ത്രി പറയുന്നത്, അമ്മായിയമ്മമാരിൽ നിന്നും മരുമക്കൾ പാരമ്പര്യ പാചക രീതികൾ കണ്ടുപഠിക്കണമെന്ന്. മുൻ തലമുറകൾ നമുക്ക് പകർന്നു തന്ന പല പാരമ്പര്യ അറിവുകളുമുണ്ട്. പക്ഷേ ഇന്ന് ആരും അടുത്ത തലമുറയ്ക്ക് അത് പകർന്നു നൽകുന്നില്ല. ഞാൻ ചില അമ്മമാരോട് പരാതി പറയും. ചില അമ്മമാർ പ്രത്യേകം ഡിഷ് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ അവരുടെ മക്കൾക്കത് പകർന്നു കൊടുക്കില്ല. അമ്മയുടെ മക്കൾക്കോ മകൻ്റെ ഭാര്യയായി വരുന്നവൾക്കോ ആ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയായിരുന്നു സതീശൻ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ പ്രസംഗിച്ചത്. ഇതാണ് ഭയങ്കര തെറ്റായിപ്പോയത്. മോങ്ങാനിരിക്കുന്ന നായുടെ തലയിൽ തേങ്ങ വീഴുക എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. സതീശനാണ് അത്തരക്കാരുടെ തലയിൽ വീഴുന്ന തേങ്ങ. ഉടൻ മോങ്ങൽ തുടങ്ങും. ഈ പ്രസംഗം കേട്ടപ്പോൾ ഭയങ്കര വിഷമം വന്ന ഒരാൾ എഴുത്തുകാരി ശാരദക്കുട്ടി ടീച്ചറാണ്. ഈ പ്രസംഗം കേട്ടപ്പോഴേ ശാരദക്കുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു, ചുമ്മാതല്ല, ജന്തർ മന്ദറിലെ സമരപ്പന്തലിലെ പെൺകുട്ടികളുടെ സമരവീര്യം കണ്ട് വാപൂട്ടി മുഖം കൊടുക്കാതെ ഇരുന്നത്. ഇവിടെ വരെയേ ഈ വണ്ടി എത്തിയിട്ടുള്ളൂ. പാരമ്പര്യം പകർന്നു കൊടുക്കാനൊക്കെ ഇക്കാലത്ത് അമ്മമാർ പോലും ധൈര്യപ്പെടാത്തിടത്താണ് ഈ വേണ്ടാധീനം പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് ശാരദക്കുട്ടി പറയുന്നത്. ശാരദക്കുട്ടി ഭരണം പോയതോടെ തുലാഭാരത്തിലെ ശാരദയെ പോലെയായി. അഭിനയത്തിന് ദേശീയ പുരസ്കാരമൊന്നും കിട്ടുന്നില്ല എന്നേ ഉള്ളൂ. ഏതായാലും ശാരദക്കുട്ടി വല്ലാതെ മോഹിച്ച ഒന്നുണ്ടായിരുന്നു. പിണറായി വിജയൻ 3ാം തവണയും മുഖ്യമന്ത്രിയാകുമെന്നും തന്നെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റാക്കുമെന്നും വെറുതെ ധരിച്ചുപോയി. KR മീരയുമായി അല്പസ്വല്പം മത്സരം വേണ്ടി വരുമെങ്കിലും ഒരു മോഷണ ആരോപണമുള്ളതിനാൽ സാഹിത്യ മോഷണ ആരോപണമുള്ളതിനാൽ തനിക്ക് തന്നെ സാധ്യത തെളിയുമെന്നാണ് ശാരദക്കുട്ടി കരുതിയത്. തൻ്റെ സ്വപ്നങ്ങളുടെ കടക്കൽ കത്തിവെച്ചത് വി.ഡി. സതീശൻ എന്ന ഒറ്റ ഒരുത്തനാണ്. ആ ചിന്തയിലാണ് ശാരദക്കുട്ടിക്കും സതീശൻ ശത്രുവായത്. എന്തായാലും ആരെങ്കിലും വേണ്ടാധീനം പറഞ്ഞാലോ എന്ന് ഭയന്ന് കമൻറ്റ് ബോക്സ് പൂട്ടിവെച്ചിട്ടാണ് ഇപ്പോൾ ശാരദക്കുട്ടി ഫേസ്ബുക്കിൽ എഴുത്ത് നടത്തുന്നത്. ഒരു വിപ്ലവകാരിക്ക് ഇത്രയൊക്കെ ഭയത്തിൻ്റെ ആവശ്യമുണ്ടോ സഖാബേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്രയും വേഗം ഈ ശാരദക്കുട്ടിയെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റാക്കി അങ്ങയോടുള്ള ശത്രുത അവസാനിപ്പിക്കാൻ പറയണം. ഇന്നലെ കറണ്ട് ഉണ്ടായിട്ടും ലൈറ്റും ഫാനും ഓഫ് ചെയ്താണ് കമ്മികൾ മെഴുകുതിരി തെളിച്ച് സമരത്തിനിറങ്ങിയത്. അവർ തെരുവ് വിളക്കിൻ്റെ കീഴിൽ നിന്നും മൈക്കിലൂടെയാണ് ഇരുണ്ട കാലത്തെക്കുറിച്ച് പ്രസംഗിച്ചത്. സതീശൻ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ കടക്കൽ കത്തിവെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പന്തം കൊളുത്തി ഒരു പ്രകടനം നടത്തണം കേരളമാകെ സഖാത്തികൾ. സതീശൻ്റെ അരികിൽ കുറേ പാവം പിടിച്ച ജനങ്ങൾ വരുന്നതും പ്രായഭേദം നോക്കാതെ അദ്ദേഹം അവരെയെല്ലാം സ്നേഹിക്കുന്നതുമൊന്നും ഈ അന്തം ജനുസുകൾക്ക് ഒട്ടും പിടിക്കുന്നില്ല. ആട്ടിയകറ്റിയ കാലത്തു നിന്നാണല്ലോ ആശ്ലേഷത്തിൻ്റെ കാലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ പെണ്ണായ ശാരദക്കുട്ടി ടീച്ചർ ദുഃഖിച്ചത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ കിട്ടുന്ന അവസരത്തിലെല്ലാം ചാടി ഡെസ്കിൽ കയറി ഡിസ്കോ കളിക്കുന്ന ശിവൻകുട്ടിക്ക് എന്തിൻ്റെ സൂക്കേടാണെന്നാണ് അറിഞ്ഞുകൂടാത്തത്. മൂപ്പരുടെ പ്രധാന പണി സതീശൻ്റെ ഓരോ ചലനങ്ങളും വീക്ഷിക്കുക എന്നതാണ്. വീട്ടുജോലികൾ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ചെയ്യണമെന്ന മാറ്റം നമ്മൾ പാഠപുസ്തകത്തിൽ വരുത്തി. എന്നിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടി പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ശാരദക്കുട്ടിയുടെ ചേട്ടനാണോ ശിവൻകുട്ടി? ആണുങ്ങൾ അടുക്കള ജോലി ചെയ്യരുതെന്ന് ഈ പ്രസംഗത്തിലെവിടെയും സതീശൻ പറഞ്ഞതായി കേട്ടില്ല. അമ്മമാർ മകൻ്റെ ഭാര്യയ്ക്ക് പരമ്പരാഗത ഭക്ഷണ രീതികൾ പകർന്നു നൽകണമെന്ന് പറയുന്നത് ദേശദ്രോഹ കുറ്റമാണോ? സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നാക്രമണമാണോ? പണ്ട് നായനാർ പറഞ്ഞതുപോലെ വല്ല തെമ്മാടിത്തരവും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. പണ്ട് കണ്ണൂർ പിണറായി എന്ന സ്ഥലത്ത് ഒരമ്മ മകൻ ഒറോട്ടി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അന്നത്തെ ഒറോട്ടിയുടെ രുചിയല്ല ഇന്നത്തെ ഒറോട്ടിക്ക്. ആ അമ്മ വന്നു കയറിയ മരുമകൾക്ക് ഒറോട്ടി ഉണ്ടാക്കുന്നതിൻ്റെ പാരമ്പര്യ രുചിക്കൂട്ടുകൾ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ
എത്ര സുന്ദരമായ ഒറോട്ടി നമുക്ക് ഇക്കാലത്തും തിന്നാമായിരുന്നു. ഇതാണ് സതീശൻ പറഞ്ഞതിൻ്റെ ഒരു കാതൽ. എം പി രാജേഷും റിയാസും സതീശൻ്റെ ശരീരഭാഷ നോക്കി നടക്കുകയാണ്. ഡബിൾ എ റഹീം സതീശന് ബെക്കാടിയുടെ ഗന്ധമുണ്ടോ എന്ന് മണപ്പിക്കുകയാണ്. കമ്മികൾ അദ്ദേഹം ചിറി കോട്ടുന്നുണ്ടോ ചുണ്ട് കോട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കി നടക്കുകയാണ്. ശാരദക്കുട്ടിയെ പോലെയുള്ള അന്തം കമ്മിണികൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വല്ലതും വീഴുന്നുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ്. എന്തായാലും 4 പാട് നിന്നും സതീശനെ നോക്കാൻ ആളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം.